നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ശനി വക്രദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ശനി നിൽക്കുന്നത് തൻ്റെ ജന്മരാശിയുടെ 12ാമത്തെ രാശിയിലാണ്. അപ്പോൾ 7.5 ശനി ദോഷം എന്നാണ് പറയുന്നത്. അപ്പോൾ 7.5 ശനി ദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അശ്വതി നക്ഷത്രക്കാർ. ജന്മരാശിയുടെ 12ാം രാശിയിൽ ശനി നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ. എന്ത് കാര്യത്തിനിറങ്ങിയാലും അത് കൃത്യമായി പൂർണ്ണതയിലെത്തുന്നില്ല, വിജയത്തിലെത്തുന്നില്ല, വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നില്ല. ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ. നമ്മൾ എന്തിനിറങ്ങിയാലും ആ കാര്യങ്ങളെല്ലാം നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പൂർണ്ണതയില്ലാതെ വരുന്നു. ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കൃത്യമായി നടക്കുന്നില്ല, അതിൽ ധനനഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ധനം വരികയാണെന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് സേവ് ചെയ്യുവാൻ സാധിക്കുന്നില്ല, അവിടെയും ചിലവുകൾ മാത്രം സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ശനി മുഖാന്തരം പലർക്കും അവരുടെ സാമ്പത്തികപരമായ തകർച്ചയിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും പറയാറുണ്ട് ഈ ഒരു 7.5 ശനി ദോഷം തുടങ്ങിയതിന് ശേഷം ബിസിനസ്സിൽ പരാജയം വന്നു, നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, കടബാധ്യത കൂടുതലായി വരുന്നു, കടങ്ങൾ നമുക്ക് കൊടുത്തു തീർക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു, ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയം ജൂലൈ
13-ാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ്. 139 ദിവസം, നവംബർ 28-ാം തീയതി വരെ ഈ ശനി മുഖാന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന എല്ലാ ദോഷങ്ങൾക്കും ഒരു മാറ്റം, അതായത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ളൊരവസരം. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാതെ വിഷമിച്ചു കഴിഞ്ഞ വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുകയും ജോലിയിൽ ഉയർച്ചയും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ. ബിസിനസ്സിൽ നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിച്ച് ഞാൻ ബിസിനസ് ഇതോടുകൂടി നിർത്തുന്നു, ഇനി മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു 13-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നില്ല, ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്ന വ്യക്തികളായിരിക്കും. ധൈര്യമായിരുന്നുള്ളൂ, നല്ലൊരു നേട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. പേടിക്കേണ്ട ഒരാവശ്യവും തന്നെയില്ല. ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്ന ദിവസങ്ങളാണ് ഈ വരുന്ന 139 ദിവസം. പലരും അവരുടെ ജീവിതത്തിൽ ഇനി എനിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കില്ല, വിജയിക്കുവാൻ സാധിക്കില്ല, നഷ്ടങ്ങളാണ് എന്ന് കരുതിയിരുന്ന സമയത്താണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. ധാരാളം ധനപരമായ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും, കടങ്ങൾ വീട്ടുവാൻ സാധിക്കും, ഐശ്വര്യം വന്നു ചേരുവാൻ സാധിക്കും. മടിപിടിച്ച് അലസമായി ഒന്നിനും പോകാതെ വീട്ടിലിരുന്ന വ്യക്തികൾക്ക് വളരെ സ്മാർട്ടായി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അവസരം. തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ കളിയാക്കിയിട്ടിരുന്ന വ്യക്തികൾ അവരുടെ മുന്നിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സമയം. ഇതൊക്കെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് 7 ശനി നിമിത്തം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുകയും ഒരു മാറ്റമുണ്ടാകുകയും അവർ ഇത്രയും ദിവസം അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതങ്ങളും മാറ്റം വരികയും അതിൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നേട്ടങ്ങൾ അതുപോലെ തുടരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേട്ടത്തിന് ഒരു കോട്ടവും വരാതെ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ദോഷ കാലഘട്ടത്തിൽ ഭഗവാന് നീരാഞ്ജനവും അല്ലെങ്കിൽ എള്ളുപായസവും നെയ്വിളക്ക് ഇതെല്ലാം കഴിപ്പിച്ചു വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനൊരു മുടക്കവും വരുത്തരുത്. എന്താണോ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുതന്നെ വീണ്ടും തുടരുക. അങ്ങനെ ചെയ്യാത്ത വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ശനീശ്വര ദേവനോ നവഗ്രഹങ്ങളെടുത്തോ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കഴിപ്പിക്കുക, അല്ലെങ്കിൽ എള്ളുകിഴി കത്തിക്കുക, അല്ലെങ്കിൽ നെയ്വിളക്ക് കഴിപ്പിക്കുക, നെയ്യ് അഭിഷേകം നടത്തുക, എള്ള് പായസ വഴിപാട് നടത്തുക, അല്ലെങ്കിൽ അരവണപ്പായസ വഴിപാട് നടത്തുക. ഈ എള്ളുപായസവും അരവണപ്പായസവും എല്ലാം നമ്മുടെ പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അശ്വതി നക്ഷത്രം എല്ലാ മാസത്തിലും അശ്വതി നക്ഷത്രം വരാറുണ്ട്. അശ്വതി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വഴിപാടൊക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക. ശനിയാഴ്ച വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനമെല്ലാം കഴിപ്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന ശനിദോഷം കുറഞ്ഞു വരികയും ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമിയെയോ ശ്രീധർമ്മശാസ്താവിനെയോ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സർവ്വ ഐശ്വര്യങ്ങളും നേടി സന്തോഷത്തോടു കൂടി ജീവിതം ഒരു പുരോഗതി. വീണ്ടും നവംബർ 28-ാം തീയതിക്ക് ശേഷം ഈ ഒരു ദോഷം നമുക്ക് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുവരെ സന്തോഷത്തോടുകൂടി ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും, സാമ്പത്തികപരമായ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും, നമുക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും ദിവസം സന്തോഷകരമായി ജീവിതം മുന്നോട്ട് നയിക്കുക.